ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഗൈസ്, അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കണ്ടൻറ്റായിട്ട് നമ്മുടെ ചാനലിലോട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ എന്തായാലും ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ മാച്ചാണ് നടക്കാൻ പോകുന്നത്. ഞാനപ്പോൾ എന്തായാലും മാച്ച് കാണാനായിട്ട് നേരെ സ്റ്റേഡിയത്തിലോട്ടാണ്. സോ ഇത്തവണ ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം കുറച്ച് യൂട്യൂബേഴ്സ് കൂടെ ചേരുന്നുണ്ട്. നമുക്ക് എന്തായാലും എല്ലാവരെയും വഴിയെ പരിചയപ്പെടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. സോ എല്ലാവർക്കും കൂടെ കാണാമല്ലോ. ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ഈ GCDA കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാവർക്കും GCDAയുടെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇവിടെ GCDA ഈ ബിൽഡിങ്ങും എല്ലാവരുടെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വണ്ടി വെച്ചു. ഇവിടെ നിന്ന് നേരെ നമുക്ക് മെട്രോ ടിക്കറ്റ് എടുക്കണം, ഉള്ളിലോട്ട് കയറണം. അപ്പോൾ ബാക്കി എല്ലാവരും കലൂറിൽ വെച്ച് മീറ്റ് ചെയ്യും, ബാക്കി യൂട്യൂബേഴ്സ് എല്ലാം. സോ നമുക്ക് എന്തായാലും നേരെ വിടാം. സോ ഗൈസ്, മെട്രോ കാര്യങ്ങൾ ഇറങ്ങി നമ്മളപ്പോൾ നേരെ സ്റ്റേഡിയത്തിലോട്ട് വിടുവാണ്. ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പോവുകയാണ്. സോ അത്യാവശ്യം ക്രൗഡ് ഉണ്ട്, പക്ഷെ പണ്ടത്തെ അത്ര ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അകത്തോട്ട് നോക്കാം. ആൻഡ് ഇതാ ഗൈസ് നമ്മുടെ പുതിയ ഗേറ്റ്. നേരത്തെ ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത്രയൊന്നുമില്ല. ജസ്റ്റ് GCDAയുടെ ഒരു ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കി യൂട്യൂബേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരുമിച്ച് അകത്തോട്ട് കിടക്കാം. സോ ഡയാഡ് എത്തിയിട്ടുണ്ട്, സനാഫ് ഉണ്ട്, ഫുട്ബോൾ ടോക്സ് അല്ലേ, ജാസിം ചേരുന്നുണ്ട്, ജാസിം ബ്രോ ആൻഡ് റിസ്വാൻ ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് ഇന്നത്തെ മാച്ചിനെ പറ്റി? രണ്ടുണ്ടാ സെറ്റ്. ഷാഫി എന്താണ്? 2-1. നിങ്ങൾക്ക് പ്രഡിക്ഷൻസ് ഉണ്ടോ? ജയിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അവിടെ ഒരുത്തൻ എന്തായി, ജയിക്കുമോ? 2-2 അല്ലെങ്കിൽ 3-1. 3-1 ആരെയൊക്കെ മുംബൈ ആണോ ബ്ലാസ്റ്റേഴ്സ്? ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളപ്പോൾ ഒരു ജേഴ്സി വാങ്ങാനായിട്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ നല്ല റേറ്റാണ് ജേഴ്സി കാര്യങ്ങളൊക്കെ. എവിടെയെങ്കിലും നല്ലൊരു റേറ്റ് കിട്ടിയാൽ നൈസായിട്ടൊക്കെ ബുക്ക് അത്രേ ഉള്ളൂ. സോ ഗൈസ്, നമ്മളിപ്പോൾ ജേഴ്സി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ജേഴ്സിയാണ്. നമ്മുടെ എല്ലാവരും ജേഴ്സി കാര്യങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എന്തായാലും അവിടെ ഓസിന് മീഡിയ കവറേജും കൊടുത്തു. അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടത്. നമ്മളെന്തായാലും ഇപ്പോൾ ഡൊണിക്സിന് വെയിറ്റ് ചെയ്യുകയാണ്. സോ ഡൊണിക്സ് ബ്രോഡ് വന്നിട്ട് ഒരുമിച്ച് അതോട്ട് കയറാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. മഴയുടെ ആശങ്ക കാര്യങ്ങൾ സീനിലെന്ന് തോന്നുന്നു, മഴയൊന്നും പെയ്യില്ലെന്ന് തോന്നുന്നു. മഴ പെയ്ത് ഇന്നലെ കുറേ ചോർച്ചയുടെ വീഡിയോ ഒക്കെ വന്നതാണ്. എന്തായാലും നോക്കാം. പിന്നെ ഇതാണ് ഗൈസ് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള അവസ്ഥ. അത്രേ ഉള്ളൂ ശരിക്കും ആൾക്കാർ. ഡൊണിക്സ് ഇപ്പോഴും എത്തിയിട്ടില്ല, ഞങ്ങൾ സ്റ്റിൽ അവരെ വെയിറ്റ് ചെയ്യുവാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ബാഗ് കാര്യങ്ങൾ വെക്കേണ്ട ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കൂടെയുള്ളവർക്ക് ബാഗ് കാര്യങ്ങൾ വെക്കാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി. പക്ഷേ ക്രൗഡ് കണ്ടോ, ഒട്ടും ക്രൗഡില്ലെന്ന് തന്നെ പറയണം. നേരത്തേക്ക് ഇവിടെയൊക്കെ നിറഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ ഇവിടെ നിന്ന് ക്യൂ തുടങ്ങുന്നത്. പക്ഷേ ഇത് ലൈക്ക് ക്യൂ ഇങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം നിറഞ്ഞിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ക്രൗഡില്ല. നമുക്ക് ആൾക്കാർ ഓൾറെഡി കയറി എന്താ അവസ്ഥയെന്ന് അറിയില്ല. എന്തായാലും അകത്ത് കയറിയിട്ട് നോക്കാം. പിന്നെ സ്റ്റേഡിയം ലൈക്ക് ഇവിടെ വേറെ ഇൻ്റർനാഷണൽ മാച്ചുകൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാർക്കിങ്ങിനായാലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്റ്റേഡിയം എന്തായാലും ഓൾമോസ്റ്റ് സെറ്റാണ്. നല്ല ചോർച്ചയുടെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കാലാവസ്ഥ കണ്ടിട്ട് മഴ സീനാവും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും കൂടെയുള്ളവരൂടെ വരേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് കയറാം. സോ ഗൈസ്, ഫൈനലി ഡൊണിക്സ് നമ്മുടെ ഒപ്പം ചേർന്നു. ഡൊണിക്സ് ബ്രോ, ഇന്നത്തെ മാച്ചിന്റെ പ്രഡിക്ഷൻസ് എന്താണ്? തോറ്റു സോ ഗൈസ്, അടിപൊളി ബ്രോ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. എന്താണ് ബ്രോ ഇന്നത്തെ പ്രഡിക്ഷൻ? നായക് 3-1 ആര്? മുംബൈ. ബെസ്റ്റ്. ടിക്കറ്റ് കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെന്തായാലും നേരെ ഇനി സ്റ്റേഡിയത്തിലോട്ട്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മളെന്തായാലും ഇനി സ്റ്റേഡിയത്തിലോട്ട് കയറുവാണ്. ഇപ്പോഴേ മേളിൽ പാട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മളെന്തായാലും നേരെ കയറാൻ പോവുകയാണ്. നമ്മുടെ ടീമുകളെല്ലാം ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി. നേരെ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറാം. എന്തായാലും നമ്മൾ അകത്തോട്ട് കയറുകയാണ്. സമാധാനത്തോട്ടിരിക്കാം, കളിയും കാണാം. ഞാൻ എന്തായാലും ബാക്ക് വീഡിയോ കാണിച്ചു
തരാം. ഇതാണ് നമ്മുടെ ഒരു വ്യൂ. അത്യാവശ്യം സൂമാക്കി താഴെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടും. സോ മുംബൈ സിറ്റി FC പ്ലേയേഴ്സ് ആണത്. ഇപ്പോഴിവിടെ എല്ലാം തുടങ്ങി. ഗൈസ് നോക്കിക്കേ, നമ്മൾ 24 ന്യൂസിൽ വന്നു. കുറച്ച് അടിച്ച് ലാസ്റ്റ് നോക്കിക്കേ ഗൈസ്, ഏത് മൂഡ്. ഗൈസ് അതൊരു പെനാൾട്ടി ആണെന്ന് തോന്നുന്നു. നല്ല കളിയായിരുന്നു, പക്ഷെ ലാസ്റ്റ് പെനാൾട്ടി ആയിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം എന്താവുന്നു. ഡയസാണ് കിക്ക് എടുക്കാൻ വരുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എന്താവുന്നു. മിക്കവാറും ഒരു ഗോളിലേക്ക് കലാശിക്കാനാണ് സാധ്യത. ഡയസ് ക്ലിയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹാഫിന് വിസിൽ വന്നു. സ്കോർ ബോർഡ് ഇപ്പോഴും 0-0 ആണ്. എന്നാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കാം. സെക്കൻഡ് ഹാഫെങ്കിലും ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഇറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ ഫസ്റ്റ് ഹാഫ്.
സ്റ്റഫ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡയാഡിന് എന്താണ് ഈ മാച്ചിനെ പറ്റി പറയാനുള്ളത്? നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. പക്ഷെ മുംബൈയുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഇതേ ടീം വെച്ച് കളിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് പുതിയ ടീമായിട്ട് നല്ല രീതിയിൽ കളിച്ചു. ഗോൾ കീപ്പർ ആണെങ്കിൽ എല്ലാ രീതിയിലും ആ പെനാൽറ്റീസ് എന്താ പറയണത് അറിയില്ല, ഇതേപോലെ കളിച്ചു. ശരിയാണ് ഗൈസ്, നമ്മുടെ ഡൈഹാർഡ് KBFC പറഞ്ഞതുപോലെ തന്നെ മാച്ച് നല്ല മാച്ചായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഡൊണിക്സിൻ്റെ വക ചെലവ്, ഡൊണിക്സ് പ്രോൻ്റെ വക പിസ. ഫസ്റ്റ് ഗോൾ ബ്ലാസ്റ്റേഴ്സ് ഡൗൺ ടു 1 goal. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും തിരിച്ചടിക്കുമെന്ന് നോക്കാം. സെക്കൻഡ് ഹാഫ് തുടങ്ങിയതുള്ളൂ, അപ്പോൾ തന്നെ അവർ ഗോൾ കയറ്റി. എന്തായാലും നോക്കാം. ബോക്സിൻ്റെ തൊട്ട് വെളിയിൽ നിന്നൊരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജിലേക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ചെറിയൊരു വ്യത്യാസത്തിലാണ് അതൊരു പെനാൽറ്റി ആവാതെ പോയത് കേട്ടോ. ബോക്സിൻ്റെ തൊട്ട് വെളിയിലാണ്. ഇപ്പോഴും ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. യെല്ലോ കാർഡും മുംബൈ സിറ്റി പ്ലെയറിനോട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ഉണ്ടാവുന്നത്. ഒരു ഡേഞ്ചർ പൊസിഷനിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഫ്രീ കിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഔട്ട് സൈഡ് ദ ബോക്സ്. നമ്മൾ ഇഞ്ചുറി ടൈമിലാണ് ഗൈസ്. ട്രെയിൻ നമ്മൾ സെക്കൻഡ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിലാണ്. സോ മേ ബി ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജിലേക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. നല്ല നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇഞ്ചുറി ടൈമിൽ മറ്റൊരു മാച്ച് മറ്റൊരു തോൽവി. അപ്പോൾ മാച്ച് കഴിഞ്ഞു, എല്ലാവരും തിരിച്ചു പോവാണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് അല്ല കിട്ടിയത്. ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ തിരക്കടില്ലാണ്ട് കളിച്ചു, എന്നാലും ഒരു ഗോളിലോട്ട് എത്താൻ സാധിച്ചില്ല. ഫസ്റ്റ് ഹാഫിലെ പെനാൽറ്റി സേവാണ് ഫസ്റ്റ് ഹാഫിൽ എടുത്ത് പറയാനുണ്ടായ ഒരു മൊമെൻ്റ് എന്ന് പറയാം. എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി എന്തായാലും മാച്ച് പൊട്ടി നമ്മളപ്പോൾ താഴോട്ട് ഇറങ്ങേണ്ട ഒരു പുറപ്പാടിലാണ്. പോണതിന് മുമ്പ് ഒരു മൊമെൻ്റ് കൂടെ ഉണ്ട് ഗൈസ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫേമസ് ഫൈറ്റിംഗ് ലാബ്. ഗൈസ് മാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റേഡിയത്തിൻ്റെ പുറത്തിറങ്ങി. പുറത്തും വലിയ തിരക്കില്ല, അതാണ് എടുത്തു വരേണ്ട വേറൊരു കാര്യം. ഒട്ടും തിരക്കില്ല പുറത്ത്. പണ്ടൊക്കെ നമുക്ക് റേഞ്ച് പോലും ഇവിടെ നിന്ന് കിട്ടൂലായിരുന്നു. ഇപ്പോൾ റേഞ്ചും കാര്യങ്ങളുണ്ട്, തിരക്കില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എൻ്റെ ബാക്കിൽ കാണാമല്ലോ നിങ്ങൾക്ക്. എന്തായാലും നമ്മൾ കളി പൊട്ടി. സോ നെക്സ്റ്റ് മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു കംബാക്ക് നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് മീ 12th man സൈനിങ് ഓഫ്. ബൈ ബൈ.